എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇന്നത്തെ സ്വീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പിൽ താഴെയായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. 250 ml കപ്പാണ്. ആ ഒരു കപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് കുമ്പാരം പോലെ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ എടുത്തത് കേട്ടോ. കടലമാവും നെയ്യും നന്നായിട്ട് മിക്സായി കിട്ടണം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് വരെ ചേർക്കാം കേട്ടോ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഓർഗാനിക് ശർക്കര പൊടിയാണ് ചേർത്തത്. നിങ്ങൾക്ക് ശർക്കര പൊടിച്ചിട്ട് ഇതിൽ ചേർക്കാം, അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തതും ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നെയ്യും കടലമാവും ശർക്കരയും നന്നായിട്ടൊന്ന് കൂടി ചേർന്ന് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇതിൽ പദം നോക്കാനൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ശർക്കര ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നമുക്ക് പുറത്തുനിന്ന് കഴിക്കണതിനെക്കാട്ടിലും ഭേദമില്ലേ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണത്. പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകം ആവണ സമയത്ത് എടുത്ത് മാറ്റാം. നെയ്യ് കൊണ്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ച ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് തൂവി കൊടുക്കുകയാണ് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് അത് ഒട്ടിപ്പിടിച്ചിരുന്നോളും. 7 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിത് അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ശേഷം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.